ഈ ലോകത്തെ എല്ലാവരുടെയും സമ്മതം മേടിച്ചിട്ട് ഒരു പെൺകുട്ടി യാത്ര ചെയ്യാൻ നിന്നാൽ ഒരിക്കലും ആ യാത്ര നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലോ നാട്ടിലോ സംഭവിക്കാവുന്ന കാര്യങ്ങളെ നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് ഇറങ്ങി പുറപ്പെട്ടാലും സംഭവിക്കാനുള്ളൂ. അതിനപ്പുറം ഒന്നുമില്ല. സോളോ ട്രാവൽ എന്ന് പറഞ്ഞൊരു സാധനം ഈ ലോകത്ത് ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ വാമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഓരോ യാത്രയും സമ്മാനിക്കും. അത് തന്നെയാണ് അടുത്ത യാത്ര ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു പ്രേരണശക്തി ആകുന്നത്. പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നുള്ളൊരു ചിന്തയിൽ തന്നെ ഞാൻ അധികം ആരോടും പറയില്ല. ഞാൻ വേറെ എന്തെങ്കിലും കള്ളം പറയും. ഫോറം മോളിൽ പോകാന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയിട്ടുണ്ട് യാത്രകൾക്ക്. സത്യം പറഞ്ഞാൽ 2015 വരെ ഞാൻ പൊക്കോണ്ടിരുന്നതെല്ലാം ഈ സിംഗിൾ ഡേ ട്രിപ്പുകളാണ് ഞാൻ പൊക്കോണ്ടിരുന്നത്. കാര്യം ഈ പറഞ്ഞ പോലെ ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. ഞാൻ ചുമ്മാ സ്കൈ സ്കാനർ ഇരുന്ന് നോക്കും. എന്നിട്ട് ചുമ്മാ നമ്മൾ കൊച്ചി ടു എവ്രിവെയർ എന്ന് പറഞ്ഞ് ഞാനിടും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര അൺബിലീവബിൾ ഡീൽസ് ഇങ്ങനെ കിടക്കുന്നതാണ്. മെയിൻ ക്യാരക്ടർ എനർജി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഒരു അഡ്വഞ്ചറിന് ഇറങ്ങി പോകുന്ന പോലാണ് ഞാൻ ആ ബസ്സിൻ്റെ അകത്തിരുന്നത്. ആ ബസ്സിൽ ഒരു 2.5 മണിക്കൂർ ഞാൻ അനുഭവിച്ചത് ഒരു പ്യുവർ ഹൈ ആണ്. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ പറ്റിച്ച് ജീവിക്കാനും ഒരുപാട് മനുഷ്യർ കാണും. അത് നമ്മൾ നിന്ന് കൊടുത്തേ മതിയാകും. മനുഷ്യൻ ജീവിതത്തിൽ നിങ്ങൾക്കിനി ഒരു സ്ഥലത്ത് മാത്രമേ പോകാൻ പറ്റൂ, പിന്നെ നിങ്ങൾ യാത്ര ചെയ്യില്ല എന്നാണെങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസം എടുത്ത് വാരാണസിയിൽ പോയി 6-7 ദിവസം നിങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയെ നിങ്ങൾ കുറച്ചെങ്കിലും അറിഞ്ഞു എന്നുള്ള തിരിച്ചറിവോടെ ആയിരിക്കും നിങ്ങൾ തിരിച്ചു വരുന്നത്. ട്രാവലർ ഗൗരിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം ഗൗരി. താങ്ക് യു. നമ്മളെ ചുറ്റുപാടും ഇപ്പം യാത്ര ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഗൗരിയുടെ യാത്ര എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു യാത്രാ ജേണിയാണ് ഗൗരിയുടേത്. എപ്പം മുതലാണ് ഇതൊരു പാഷനായിട്ട് തിരഞ്ഞെടുക്കണം എന്ന് തോന്നിയത്? എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ ഓർഗാനിക്കായിട്ട് സംഭവിച്ചൊരു കാര്യമാണ് ഈ യാത്രകൾ ചെയ്യുക എന്ന് പറയുന്നത്. ഞാൻ കൊച്ചിലെ തൊട്ടേ കാണുന്ന പരിപാടികളും ഡോക്യുമെൻ്ററീസും എല്ലാം തന്നെ ട്രാവൽ റിലേറ്റഡ് ആയിരുന്നു. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഒരു 8 വയസ്സ് തൊട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഹിസ്റ്ററി ചാനലിലും ഡിസ്കവറിയിലും ഒക്കെയുള്ള ട്രാവൽ ഡോക്യുമെൻ്ററീസ് ഇഷ്ടംപോലെ കാണുമായിരുന്നു. ശേഷം കുറച്ചുകൂടെ ഞാൻ മുതിർന്നപ്പോൾ എനിക്ക് വളരെയധികം എന്നെ സ്വാധീനിച്ചൊരു പരിപാടിയായിരുന്നു ഹൈവേ ഓൺ മൈ പ്ലേറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. റോക്കിയും മയൂറും 2 ഹോസ്റ്റുകൾ ചേർന്ന് ഇന്ത്യയിലെ നാഷണൽ ഹൈവേയിലെ പല ഠാബകളിൽ പോവുക, ഇവരുമായിട്ട് സംസാരിക്കുക, ഇതിനിടയിലുള്ള കുറേ കാഴ്ചകൾ, ഇങ്ങനെ ഈ ഒരു ഫോർമാറ്റിലാണ് പരിപാടി പോകുന്നത്. ഇവരെന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ ആന്റണി ബോർഡൻ എന്ന് പറഞ്ഞ ഒരു ഷെഫ് ടേൺഡ് ട്രാവലറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ യാത്രകൾ, അതായത് നമ്മൾ തുറന്ന് കാണുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. നമ്മൾ നമ്മുടെ കുടുംബത്തിലൂടെയൊക്കെ പോകുന്ന യാത്രകൾ കൂടുതലും ഒരു പാക്കേജ് എടുത്തിട്ടോ അല്ലെങ്കിൽ വളരെ സെറ്റ് ഐറ്റിനറിയിലായിരിക്കും പോകുന്നത്. അതിനെല്ലാം അപ്പുറം കാര്യങ്ങൾ കുറേ കൂടെ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്തുള്ള യാത്രകൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ആദ്യമായിട്ട് വന്നത് ഇത്തരത്തിലുള്ള കുറേ യാത്രികരെ കണ്ടപ്പോഴാണ്. പിന്നീട് ഞാൻ കോളേജിൽ പോയി, ഞാൻ കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റ് ആയപ്പോഴത്തേക്കും ഒരു 17-18 വയസ്സ് തൊട്ട് യാത്ര സംഭവിക്കുകയായിരുന്നു എനിക്ക്. ഇപ്പം ചെയ്യുന്ന യാത്രകൾ അധികം സോളോ ട്രിപ്പായിട്ടാണ് പോകുന്നത്. അതെ. ആദ്യം ചെയ്തൊരു സോളോ ട്രിപ്പ്, അതിൻ്റെ ഒരു ഓർമ്മ പങ്കുവെക്കാൻ പറ്റുമോ? അയ്യോ, ആദ്യം ഞാനൊരു 17 വയസ്സുള്ളപ്പോഴാണ് ഈ പറഞ്ഞ ഒരു സോളോ ട്രിപ്പിന് പോകുന്നത്. എനിക്കൊന്നത് 2010 ആ ഒരു കാലഘട്ടത്തിലായിരിക്കും. ഞാൻ കോളേജിൽ ചേർന്ന് ഒരു ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു. അതുവരെ ഞാൻ ഈ വളരെ പ്രൊട്ടക്റ്റഡായിട്ട് ജീവിച്ച് വന്നൊരു കുട്ടിയാണ്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒറ്റ മകളാണ്. അച്ഛൻ പോയിന്റ് A to പോയിന്റ് B എന്നെ കൊണ്ടാക്കുന്നു, വിളിച്ചുകൊണ്ട് വരുന്നു, ആ ഒരു രീതിയിൽ ജീവിച്ച് ശീലിച്ചൊരു വ്യക്തിയാണ്. അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു സ്പേസ് ഞാൻ കണ്ടെത്തുന്നതും അറിയുന്നതുമെല്ലാം. അപ്പം ഒരു ഫസ്റ്റ് സെമസ്റ്റർ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചുമ്മാ ഒരു ദിവസം രാവിലെ ഞാൻ നേരെ ബസ് സ്റ്റോപ്പിൽ പോയി. മുമ്പിൽ വന്ന ബസ് കാഞ്ചീപുരത്തിൻ്റെയാണ്. അന്ന് ഈ പറഞ്ഞ പോലെ ഗൂഗിൾ മാപ്പില്ല, വ്ളോഗുകളില്ല, എന്തെങ്കിലും റെഫറൻസ് പോയിന്റിനായിട്ട്. അപ്പം തോന്നി പുതിയൊരു സ്ഥലം പോയേക്കാം എന്നും പറഞ്ഞ് ഞാനങ്ങ് കയറി പോവായിരുന്നു. ആ ഒരു യാത്രയിൽ ആ ഒരു വിൻഡോ സൈഡിൽ നമ്മൾ ഇരുന്നൊരു മൊമെൻ്റ് ഉണ്ട്, ഞാനത് മറക്കില്ല. നമ്മൾ പറയില്ലേ, ഒരു സിനിമയിലെ ഒരു ഹീറോയിനെ പോലാണ് എനിക്ക് അന്ന് തോന്നിയത്. ഒരു മെയിൻ ക്യാരക്ടർ എനർജി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതേപോലെ എൻ്റെ കഥയിലെ നായിക ഞാനാണ് എന്നുള്ള രീതിയിൽ ഒരു അഡ്വഞ്ചറിന് ഇറങ്ങിപ്പോകുന്ന പോലാണ് ഞാൻ ആ ബസ്സിൻ്റെ അകത്തിരുന്നത്. ആ ബസ്സിൽ ഒരു 2.5 മണിക്കൂർ ഞാൻ അനുഭവിച്ചത് ഒരു പ്യുവർ ഹൈ ആണ്. ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. എന്താണ് പുതിയ സ്ഥലം എനിക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ പോകുന്നത്. ഞാനവിടെ പോയി ഈ പറഞ്ഞ പോലെ കാഞ്ചീപുരത്ത് ഇറങ്ങി. കാഞ്ചീപുരത്തെ പല സ്ഥലങ്ങൾ പോയി, അമ്പലങ്ങളിൽ പോയി, കാഞ്ചീപുരം ഇഡ്ഡലി കഴിച്ചു. അവിടുത്തെ കണ്ട ആളുകളുമായിട്ട് അവരോട് സംസാരിച്ചു. നല്ല സ്ട്രോങ് കോഫി കിട്ടുന്നൊരു സ്ഥലമാണ് കാഞ്ചീപുരം. തമിഴ്നാട്ടിലെ മിക്ക സ്ഥലങ്ങളും അങ്ങനെയാണ്. എന്നിരുന്നാൽ പോലും കാഞ്ചീപുരത്തെ ആ ഒരു ആദ്യത്തെ യാത്ര എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതായിരുന്നു. ഇപ്പം സോളോ ട്രിപ്പ് പോകുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ സ്വാഭാവികമായിട്ടും അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു ലോകത്ത് ഒരു സ്ത്രീ ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ചലഞ്ചസും ഉണ്ടാവാറുണ്ട്. ഇപ്പം ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം പീരിയഡ്സിൻ്റെ സമയത്ത് നമ്മൾ ചിലപ്പം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അതല്ലാതെ ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഞാനിത് പലയിടത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്,
നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലോ നാട്ടിലോ സംഭവിക്കാവുന്ന കാര്യങ്ങളെ നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് ഇറങ്ങി പുറപ്പെട്ടാലും സംഭവിക്കാനുള്ളൂ. അതിനപ്പുറം ഒന്നുമില്ല. നമ്മൾ വളരെയധികം ബ്രെയിൻ വാഷ്ഡ് ആയിരിക്കുന്ന ഒരു ഐഡിയ ആണ് ഈ ലോകം ഒട്ടും സേഫ് അല്ല, മനുഷ്യരെല്ലാം മോശമാണ് എന്നുള്ള രീതിയിൽ. എനിക്കൊന്ന് പുറത്ത് കുറേ കൂടെ ഇറങ്ങാതിരിക്കാനായിട്ടുള്ളൊരു ബ്രെയിൻ വാഷിംഗ് ആയിരിക്കാം, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ബ്രെയിൻ വാഷിംഗ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നത് ഈ ലോകം നമ്മൾ അങ്ങനെ വിചാരിക്കുന്ന പോലെ അത്ര മോശം സ്ഥലമൊന്നുമല്ല. നല്ല മനുഷ്യനാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. നമ്മളുടെ ഒരു സിക്സ്ത് സെൻസും നമ്മളുടെ ഒരു ഗട്ട് ഫീലിംഗും അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക, ബാക്കിയെല്ലാം നല്ല രീതിയിലേ പോകുന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. ഇപ്പം യാത്ര ചെയ്യുമ്പോൾ കുറേ കാലങ്ങളായിട്ട് യാത്ര ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പം ഇതിപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കാണാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ ഗൗരിയുടെ വ്ളോഗുകൾ. അതെ, അത് ഇപ്പം ജനങ്ങളിലേക്ക് എത്തിക്കണം, ആൾക്കാരിലേക്ക് പോകുന്ന സ്ഥലങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കണം എന്ന് തോന്നുന്നൊരു മൊമെന്റ് ഉണ്ടാവുമല്ലോ. അതെപ്പോഴായിരുന്നു ഇങ്ങനെ ഒരു വ്ളോഗായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കണം എന്ന് തോന്നിയത്? ഞാൻ എപ്പോഴും പറയും, ഞാനൊരു ആക്സിഡൻ്റലായിട്ട് ഇതിലോട്ട് എത്തിയൊരു വ്യക്തിയാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇങ്ങനെ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ റീലുകൾ ഇടുമെന്നോ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ഒരു ഏറ്റവും കൂടുതൽ ഇഷ്ടത്തിൽ ഞാൻ ചെയ്തു പോകുന്നൊരു ആക്ടിവിറ്റി ഞാൻ അങ്ങനെ ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് ഏതോ ഒരു സമയത്ത് എൻ്റെ കുറേ സുഹൃത്തുക്കൾ, സ്കൂളിലെ സുഹൃത്തുക്കൾ പറഞ്ഞു ഞാനൊന്ന് സ്റ്റോറീസ് ഇടും എൻ്റെ പ്രൈവറ്റ് പേജിൽ. അപ്പോൾ ഇവർ പറഞ്ഞു നിനക്കിത് എന്തുകൊണ്ടൊരു റീലാക്കി ഇട്ടുകൂടാന്ന് പറഞ്ഞു. ഞാനൊരു പേജ് തുടങ്ങി, അത് അവിടെ കിടന്നു. അവിടെ ഞാൻ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. യാത്രകൾ തുടർന്നു പോയി. ഒരു സമയത്ത് എൻ്റെ അച്ഛൻ ബെഡ് റിഡണായി. ശേഷം അച്ഛൻ മരണപ്പെട്ടു. അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ഒരു സന്തത സഹചാരി എന്ന് പറയാവുന്നൊരു വ്യക്തിയായിരുന്നു. അച്ഛനുമായിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ യാത്രയുടെ വിശേഷങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അച്ഛൻ്റെ ചെറുപ്പത്തിൽ വളരെയധികം യാത്ര ചെയ്തിരുന്നൊരു വ്യക്തിയാണ്. അച്ഛനെ കുറച്ച് സാഹിത്യത്തിൽ കമ്പമുണ്ട്, സിനിമകളിൽ കമ്പമുണ്ട്. അപ്പം ഞങ്ങൾക്ക് തമ്മിൽ കോമൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ ഒരുപാട് ടോപ്പിക്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞ് ഒരു പുതിയ ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ പുതിയൊരു വ്യക്തിയെ പരിചയപ്പെടുകയോ അല്ലെങ്കിൽ പുതിയൊരു കാഴ്ച കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിങ്ക്റ്റീവ്ലി ഈ ഫോൺ എടുത്ത് എൻ്റെ അച്ഛനെ വിളിക്കും. എന്നിട്ടെടാ അതെ ഞാനിത് കണ്ടു, ഇങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും അച്ഛനടുത്ത്. അച്ഛൻ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടത് കേട്ടുകൊണ്ടും ഇരിക്കും. അപ്പോൾ അച്ഛൻ്റെ മരണശേഷം എനിക്ക് സംഭവിച്ചൊരു വോയിഡുണ്ട്. ഈ വോയിഡ് ഈ ലോകത്ത് ഒന്നുകൊണ്ടും ഫില്ല് ചെയ്യാൻ പറ്റുന്നൊരു വോയിഡല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ആകെ അതിനുള്ളൊരു പ്രതിവിധി എന്ന് പറയുന്നത്, ഞാൻ ആ ഒരു ഗ്രീവിങ് പീരീഡ് കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്താതെ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ ഈ യാത്ര ചെയ്യുന്ന ഓരോ പോയിന്റിലും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും എനിക്കിത് വിളിച്ചു പറയാനൊരു വ്യക്തിയില്ലല്ലോ എന്നുള്ളൊരു വോയിഡ് എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ കാണുന്ന കാഴ്ചകൾ ഷെയർ ചെയ്യാൻ എനിക്ക് ആരുമില്ലല്ലോ. അപ്പം ഞാൻ നേപ്പാളിൽ നിൽക്കെ അച്ഛൻ ഈ ഭക്ഷണം വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തി, ഭക്ഷണം വളരെ ഇൻഡൽജ് ചെയ്ത് കഴിക്കുന്ന കൂട്ടത്തിലുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അവിടെ വൈ കഴിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തു. അതായത് അച്ഛനോട് പറയുന്ന പോലെയൊക്കെ ഒരു വീഡിയോ ഞാനിങ്ങനെ എടുത്ത് എൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ എടുത്തു. ശേഷം ഞാൻ അതെൻ്റെ ഹസ്ബൻഡിനാണ് അയച്ചു കൊടുക്കുന്നത്. വെറുതെ എന്താണ് എനിക്ക് ഇന്നും അറിയില്ല എന്തായിരുന്നു ആ ഇൻസ്റ്റിങ്ക്റ്റ് ഇത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനുള്ളതെന്ന് ഞാൻ അങ്ങ് പോസ്റ്റ് ചെയ്തു. കാരണം മറ്റേ അക്കൗണ്ടിൽ നമുക്ക് പരിചയമുള്ള ആരുമില്ല, ഈ പറഞ്ഞ പോലെ ഇൻഹിബിഷൻസ് ഒന്നുമില്ല. അത് ഞാൻ നോക്കിയപ്പോൾ നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും അതിനൊരു 2500-3000 വ്യൂ കടന്നു. അതൊക്കെ അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വൈവയുടെ വീഡിയോ കാണാൻ 2000 പേര്, ഈ 2000 പേർക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയല്ലോ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നു. പിന്നീട് യാത്രയുടെ പല കാര്യങ്ങളും, എനിക്ക് വളരെ കൗതുകം തോന്നുന്ന പല കാര്യങ്ങളും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കാൻ തുടങ്ങി. അപ്പം തുടങ്ങുമ്പോൾ ഇത് വളരെ ഒരു സ്ലോ ഗ്രോത്തിലുള്ളൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു. ആദ്യമേ കയറി വൈറലായിട്ട് 10,000 ഫോളോവേഴ്സ് കിട്ടിയ ആളൊന്നുമല്ല ഞാൻ. ആ ഒരു സ്ലോ ഗ്രോത്തിൽ ഈ ഓരോരുത്തരും ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് ഈ വ്യക്തിക്ക് എനിക്കിനി എന്ത് കാഴ്ച സമ്മാനിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഗ്രീഫിൽ നിന്ന് എനിക്കൊരു ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആയിരുന്നു ഈ ഒരു പ്ലാറ്റ്ഫോം തുടക്കത്തിൽ. അതായത് എന്നെ ഇത് എൻഗേജ് ചെയ്യുന്നുണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. എനിക്ക് ചിന്തിക്കാൻ വേറെ എന്തൊക്കെയോ കുറേ കാര്യങ്ങളുള്ളതുപോലെ എനിക്ക് താല്പര്യമുള്ളൊരു കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ഡിസ്ട്രാക്ഷനായിട്ട് തുടങ്ങിയൊരു പ്ലാറ്റ്ഫോമാണ്. പക്ഷേ പിൽക്കാലത്ത് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഇതെൻ്റെ ഒരു പേർപ്പസായിട്ട് മാറി. ഇതെനിക്ക് വളരെയധികം ഒരു ഹരം തരാൻ തുടങ്ങി. അതായത് ഇത്രയധികം യാത്രയെ സ്നേഹിക്കുന്ന മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് ഒരുപാട് സന്തോഷം തന്നൊരു കാര്യമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഇട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് ആദ്യമായിട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ എനിക്കൊരു കൺസേൺ ഉണ്ടായിരുന്നു. അതായത് സോളോ ഫീമെയിൽ ട്രാവലർ ഇതെങ്ങനെയാണ് ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ എനിക്കൊരു കൺസേൺ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം വിപരീതമായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയത്. ഗൗരി പഠിക്കുന്നത് മാത്സ്, അതെ, പക്ഷെ യാത്ര ചെയ്യുന്നത് ഫുള്ള് ഹിസ്റ്ററി ബേസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ്. ഇതിപ്പം യാത്ര അത് ഹിസ്റ്ററി ആയിട്ട് തപ്പിപ്പോകുന്നതാണോ അതോ പോകുന്ന സ്ഥലങ്ങളുടെ ഹിസ്റ്ററി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണോ? 2 രീതിയിൽ യാത്രകൾ സംഭവിക്കാറുണ്ട്. ഒന്ന്
എവിടെയെങ്കിലും വായിച്ചു മറന്നതോ അല്ലെങ്കിൽ കണ്ടു മറന്നതോ ആയ ചില കാര്യങ്ങൾ തേടിയുള്ള യാത്രകൾ. ഇപ്പോൾ വാരാണസിയിൽ അവിടെ അഖാഡകൾ വളരെയധികം ഉള്ളൊരു സ്ഥലമാണ്. അതായത് ഗുസ്തി എന്ന് പറയുന്നൊരു ഗുസ്തി പരിശീലനം വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാരാണ് വാരാണസിക്കാർ. എണ്ണം വളരെ കുറവാണ്, പക്ഷേ ഇന്നും അഖാഡകൾ വളരെയധികം പ്രവർത്തിക്കുന്നുണ്ട്. അതായത് 300-400 വർഷങ്ങൾ പഴക്കമുള്ള അഖാഡകൾ വാരാണസിയിലുണ്ട്. ഈ അഖാഡകൾ ഉണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടുന്നത് എൻ്റെ 12ാമത്തെ വയസ്സിൽ സത്യജിത് റേയുടെ അപരാജിതം എന്ന് പറഞ്ഞ സിനിമ കാണുമ്പോഴാണ്. അപ്പോൾ ഇതെൻ്റെ ബാക്ക് ഓഫ് മൈ ഹെഡിൽ ഇത് റെക്കോർഡഡ് ആണ്. അപ്പോൾ ഞാൻ വാരാണസിയിൽ പോകുമ്പോൾ എനിക്ക് അഖാഡകൾ കാണണം എന്നുള്ളത് എനിക്ക് താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നു. അതല്ലാതെ ഒരു സ്ഥലം ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ വളരെ ഡെലിബറേറ്റ് ആയിട്ട് റിസർച്ചും ചെയ്യാറുണ്ട്. അതായത് ഒരു സ്ഥലത്തെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ നമ്മളൊരു 10-12 ദിവസം നിൽക്കുമ്പോൾ ആ സ്ഥലം എന്തെന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗം അതിൻ്റെ ഹിസ്റ്ററി അറിയുക എന്നുള്ളതാണ്. ആരൊക്കെ വന്നു പോയിട്ടുണ്ട്, എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്തൊക്കെ, അതായത് ആർക്കിടെക്ചറിൽ ഇവർ എന്തൊക്കെ, മുഗൾസ് വന്നുപോയ സ്ഥലത്ത് അവരുടേതായിട്ടുള്ള മാർക്കുകൾ പതിഞ്ഞിട്ടുണ്ടാവും, ചാലൂക്യ സാമ്രാജ്യം നിന്ന സ്ഥലത്ത് അവരുടേതായിട്ടുള്ള ആർക്കിടെക്ചറൽ മാർക്കുകൾ ഉണ്ടാവും. ഇതെല്ലാം തേടിയെടുക്കുമ്പോൾ ആ സ്ഥലത്തെക്കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണ വരും പോകുന്നതിന് മുൻപ് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ ഒന്നെങ്കിൽ ഡെലിബറേറ്റ് ആയിട്ട് ഞാൻ റിസർച്ച് ചെയ്ത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാറുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വായിച്ചപ്പോഴോ കണ്ടു മറന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ഓർത്തെടുത്ത് അവിടെ പോകാറുണ്ട്. ഇപ്പം വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, സ്ഥലങ്ങളുടെ മാത്രം ഫുഡിന്റെ ഹിസ്റ്ററി ഗൗരി നോക്കാറുണ്ട്. എങ്ങനെയാ ഈ ഫുഡിന്റെ ഒക്കെ ഹിസ്റ്ററി കിട്ടുന്നത്? എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഹൃതിക. അതായത് നമുക്ക് തനതായിട്ടുള്ളൊരു ഭക്ഷണശൈലി എന്ന് അവകാശപ്പെടാൻ ഒരു ഭക്ഷണമില്ല, അത് ഒരു നാടിനുമില്ല. അത് വന്നവരും പോയവരും എല്ലാം നമുക്ക് സമ്മാനിച്ച കുറേ രുചികളെ നമ്മൾ നമ്മുടേതാക്കി എടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ കോഴിക്കോട് ഹൽവ എന്ന് പറയുന്നൊരു കാര്യം സംഭവിച്ചത് കച്ചവടക്കാർ കോഴിക്കോട് വന്നതിന് ശേഷം അവരുടെ ഹൽവയെ നമ്മൾ മലയാളിവൽക്കരിക്കുകയായിരുന്നു. അതായത് സാമൂതിരിക്ക് കൊതി തോന്നിയിട്ട് അദ്ദേഹം വെളിച്ചെണ്ണയും തേങ്ങാക്കൊത്തും എല്ലാം കൂടെ ചേർത്ത് ഹൽവയെ ഒന്ന് കേരളീയവൽക്കരിച്ചു എന്ന് വേണം പറയാനായിട്ട്. അല്ലാതെ ഹൽവ നമ്മുടേത് എന്ന് പറയാൻ പറ്റുന്നൊരു വിഭവമല്ല. ബിരിയാണി നമ്മുടേതല്ല. നമ്മളീ പറയുന്ന വളരെയധികം സദ്യയിലൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത സാമ്പാർ, ഈ സാമ്പാർ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് വന്നതാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ബ്രെഡ് കൊണ്ടുവരുന്നത് പോർച്ചുഗീസുകാരാണ്. അപ്പം ഇങ്ങനെ വന്നവരും പോയവരും എല്ലാം സമ്മാനിച്ച കുറേ രുചികൾ ചേർന്നാണ് ഒരു സ്ഥലത്തിൻ്റെ തനതായിട്ടുള്ള രുചി എന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്കാരം രൂപപ്പെടുന്നത്. ഇതിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ കേരളം പോലൊരു ചെറിയ സംസ്ഥാനം എടുത്താൽ പോലും മീൻകറി തിരുവനന്തപുരത്ത് കിട്ടുന്നതല്ല ആലപ്പുഴയിൽ കിട്ടുന്നത്, ആലപ്പുഴയിൽ കിട്ടുന്നതല്ല കോട്ടയത്ത് കിട്ടുന്നത്, കോട്ടയത്ത് കിട്ടുന്നതല്ല മലബാർ കിട്ടുന്നത്. അപ്പം ഇത്തരത്തിലുള്ള വേരിയേഷൻസ് അവിടെ സുലഭമായിട്ട് ലഭിക്കുന്ന വസ്തുക്കൾ കൊണ്ടും പദാർത്ഥങ്ങൾ കൊണ്ടും എല്ലാം ഇത്തരത്തിലുള്ള റീജിയണൽ വേരിയേഷൻസും സംഭവിക്കുന്നുണ്ട്. അത് കൂടാതെ വന്നവരും പോയവരും സമ്മാനിച്ച കുറേ രുചികൾ നമ്മൾ സ്വായത്തമാക്കുകയും അതിനനുസരിച്ചൊരു ക്യുസീൻ രൂപീകരിക്കപ്പെടുകയും ചെയ്തിട്ടുമുണ്ട്. ഇത്രയും യാത്ര ചെയ്തിട്ട് നമുക്ക് ഇനിയും തിരിച്ചു പോകണമെന്ന് തോന്നുന്ന സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നമുക്കൊരു സെക്കൻഡ് ഹോം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന സ്ഥലം അതെവിടെയാ? 2 സ്ഥലങ്ങളുണ്ട്. ഇപ്പം ആദ്യത്തേത് എന്തുകൊണ്ടും വാരാണസിയാണ്. എനിക്ക് വാരാണസി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ നാട്ടിലേക്കാട്ടിൽ കൂടുതൽ പരിചയക്കാരുള്ളൊരു സ്ഥലമാണ് വാരാണസി എന്ന് പറയുന്നത്. വാരാണസി കണ്ടിട്ട് പലരും ഒരു 3-4 ദിവസം നിന്നിട്ട് പറയും, അയ്യോ അഴുക്കാണ്, വൃത്തികേടാണ്, പൊടിയാണ്, എനിക്കിഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് വാരാണസിക്ക് നമ്മളൊരു 10 ദിവസമെങ്കിലും കൊടുക്കണം. ഈ 10 ദിവസം നിന്ന് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ഒരു 3-4 ദിവസം നിങ്ങളുടെ ഐറ്റിനറിയിലെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓടി നടന്ന് ചെയ്യും. അത് കഴിഞ്ഞ് ബാക്കിയൊരു സമയമുണ്ട്. നിങ്ങളുടെ മനസ്സ് സ്വച്ഛമാകുന്നൊരു സമയത്ത് നിങ്ങൾ വാരാണസിയെ നോക്കി കാണുന്നൊരു വാരാണസിയുണ്ട്. അത് വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഞാൻ എല്ലാ വർഷവും ഈ പറഞ്ഞ പോലെ അമ്മ വീട്ടിൽ പോകുന്ന പോലെ ടിക്കറ്റ് എടുത്ത് പോകുന്നൊരു സ്ഥലമുണ്ടെങ്കിൽ അത് വാരാണസിയാണ്. അത് കൂടാതെ ഇപ്പം പറയുകയാണെങ്കിൽ വിയറ്റ്നാം എനിക്ക് അങ്ങനെ ഒരു സ്ഥലമാണ്. വിയറ്റ്നാമിലെ ഭക്ഷണം എനിക്ക് തോന്നുന്നു ഞാൻ രുചിച്ചിട്ടുള്ള ഏറ്റവും സ്വാദുള്ള, ഏറ്റവും ലൈറ്റായ, ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം ഉണ്ടെങ്കിൽ അത് വിയറ്റ്നാമിലെയാണ്. അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ മനുഷ്യർ വളരെ വോമാണ്. അവരുടെ ഭക്ഷണമൊക്കെ നമ്മൾ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഇത്തരത്തിൽ നല്ല ഹ്യൂമൻ ഇൻട്രാക്ഷൻസും നല്ല കൾച്ചറൽ ഇൻട്രാക്ഷൻസും നടന്നിട്ടുള്ള 2 സ്ഥലങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം വാരാണസിയും വിയറ്റ്നാമുമാണ്. ഈ വിയറ്റ്നാം എന്ന് പറയുമ്പോൾ വിയറ്റ്നാമിൽ പോയിട്ട് അവിടെ പാമ്പിന്റെ വൈന് കുടിച്ച ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ആ അനുഭവം എങ്ങനെയായിരുന്നു? ലേമാറ്റ് എന്നാണ് ആ വില്ലേജിൻ്റെ പേര്. നമ്മുടെ ഹനോയിൽ നിന്നൊരു 10 കിലോമീറ്റർ അകലെയാണ് ഈ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്.
ഇത് ഇവരുടെ പരമ്പരാഗത തൊഴിലാണിത്. അതായത് പാമ്പിനെ പിടിച്ച് പാമ്പിൻ്റെ വൈൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ആ ഒരു ഗ്രാമത്തിലെ മനുഷ്യരുടെ കുലത്തൊഴിൽ എന്ന് പറയാവുന്ന ഒരു തൊഴിലെന്ന് പറയുന്നത്. അപ്പം പോകണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എത്തിപ്പെട്ടു. വളരെ വളരെ കണ്ണു തുറപ്പിക്കുന്നൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് നമ്മൾ എപ്പോഴും അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് മുൻവിധികളോടെയാണ് നമ്മളൊരു സ്ഥലത്തെ ഭക്ഷണമോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ സംസ്കാരത്തെയൊക്കെ കാണുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ മുൻവിധികൾ മാറ്റി നിർത്തുമ്പോൾ നമ്മുടെ മുൻപിൽ റിവീൽ ചെയ്യപ്പെടുന്നത് വളരെയധികം വ്യത്യസ്തമായ കഥകളും ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാമാണ്. ഇത് ആ സ്ഥലത്തെ ഒരു രാജാവിൻ്റെ മകളെ കാണാതായപ്പോൾ ആ കുട്ടിയെ തേടി ലേമാറ്റിലെ ഒരു യുവാവ് പുറപ്പെടുകയും ആ കുട്ടിയെ കണ്ടെത്തുകയും ചെയ്തു. പ്രതിഫലമായിട്ട് ആ രാജാവ് എഴുതി കൊടുത്തതാണ് ലേമാറ്റ് എന്ന് പറഞ്ഞ ആ ഗ്രാമം. ഈ ലേമാറ്റ് ഗ്രാമത്തിൽ മുൻപ് ഇഷ്ടംപോലെ പാമ്പുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ പാമ്പുകളെ വേട്ടയാടാനും ഈ പാമ്പുകളെ ഉപയോഗിക്കാനും ഒക്കെയുള്ള അധികാരം അന്ന് രാജാവ് ഈ യുവാവിന് കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെയുള്ളവരുടെ ഒരു പ്രധാന വരുമാന മാർഗ്ഗമാണ് ഈ സ്നേക്ക് വൈൻ. നമ്മുടെ റൈസ് വൈനാണ്, അരിയിൽ നിന്ന് വാറ്റിയെടുക്കുന്ന വൈനാണ്. ഇതിലോട്ട് ഇവർ പാമ്പിനെ ഇറക്കി വെക്കും. എന്നിട്ടിത് എത്ര കാലം നിൽക്കുന്നോ, എത്ര കാലം നമ്മളങ്ങനെ സൂക്ഷിക്കുന്നോ അത്രയധികം വീര്യം ഈ മദ്യത്തിന് വരും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇവരുടെ വേറൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർ ഇതിൻ്റെ കൂടെ തുടിക്കുന്ന ഹൃദയം, പാമ്പിൻ്റെ തുടിക്കുന്ന ഹൃദയം ഒരു ഷോട്ട് ഗ്ലാസ്സിൽ ഇട്ട് തരും കുടിക്കാനായിട്ട്, ഒറ്റ വലിക്ക് കുടിക്കാനായിട്ട്. അത് പുരുഷന്മാരാണ് കൂടുതലും കുടിക്കാറുള്ളത്. കാരണം അത് ഫെർട്ടിലിറ്റിക്കൊക്കെ നല്ലതാണ് എന്ന് പറയും. അപ്പോൾ ഇദ്ദേഹത്തിന് എന്നെ കണ്ടപ്പോൾ ആദ്യത്തെ കൗതുകം എന്ന് പറയുന്നത്, അദ്ദേഹം ഇന്ത്യക്കാർ, അതായത് പെൺകുട്ടികൾ അങ്ങനെ വരുന്നത് കണ്ടിട്ടില്ല ഇതെല്ലാം അറിയാനായിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് അത് തന്നെ വലിയൊരു കൗതുകമായിരുന്നു. ഈ മനുഷ്യൻ അങ്ങേർക്ക് ഏകദേശം 70 വയസ്സുണ്ട്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരു 40 വയസ്സിനപ്പുറം പറയില്ല. അങ്ങനെ പുള്ളിയുടെ ആരോഗ്യ രഹസ്യം എന്ന് പറയുന്നത് ഈ സ്നേക്ക് വൈൻ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ആ ഒരു കുടുംബം മുഴുവൻ വളരെ വെൽക്കമിങ് ആയിരുന്നു, വളരെ വോമായിരുന്നു. അവരുടെ കൂടെ ഒരുപാട് സമയം ചെലവഴിച്ചു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകൻ ഈ തൊഴിലിനോട് താല്പര്യമില്ല എന്നുള്ളതാണ്. ഞാൻ പിന്നെ ഇത് കഴിച്ചില്ല, തുടിക്കുന്ന ഹൃദയമൊന്നും കഴിച്ചില്ല. ഞാൻ കാരണം അന്ന് രാത്രി ഒരു പാമ്പിന് അവസാനത്തെ രാത്രി ആവണ്ടെന്ന് കരുതിയിട്ട് ഞാൻ പാമ്പിനെ കൊല്ലണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇവരുടെ ആതിഥ്യം സ്വീകരിച്ചത് എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്തൊരു അനുഭവം തന്നെയാണ്. ഇപ്പം യാത്ര ചെയ്യുമ്പം നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോകുമ്പോൾ പൊതുവേ പറയുന്നൊരു കാര്യമാണ്, നോർത്ത് ഇന്ത്യൻസിന് കേരളീയരോടുള്ള ഒരു രീതി ഭയങ്കര മോശമാണ് എന്നുള്ളത്. അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മൾ ഈ തെക്ക് വടക്ക് തർക്കം സത്യം പറഞ്ഞാൽ കാലങ്ങളായിട്ട് നിൽക്കുന്നൊരു വിഷയമാണ്. അത് പ്രധാനമായിട്ടും ഒരു ഭാഷയെ ചൊല്ലിയാണ്. പറഞ്ഞു വരുമ്പോൾ ആ ഒരു ചുരുക്ക് ഒരു ഭാഷയെ ചൊല്ലി തന്നെയാണ്, ഹിന്ദിയെ ചൊല്ലി തന്നെയാണ്. പക്ഷേ ഇതൊന്നും മാറ്റി നിർത്തി, സത്യം പറഞ്ഞാൽ നമ്മുടെ ഈഗോയും എല്ലാം മാറ്റി നിർത്തി നമ്മൾ ആ ഒരു സ്ഥലത്ത് ചെന്ന് മനുഷ്യരോട് സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഏറ്റവും വോമായിട്ടുള്ളൊരു ജനതയാണ് വടക്ക് ഉള്ളത്. UP ആണെങ്കിലും ശരി, ബീഹാർ ആണെങ്കിലും ശരി. ബീഹാറിൽ ഞാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു, ഒട്ടും സേഫ് അല്ല, പോയാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾ നിൽക്കുന്ന നിപ്പിൽ നിങ്ങളുടെ മൊബൈൽ അടിച്ചുകൊണ്ട് പോകും. ഇങ്ങനെ ഒരുപാട് ഞാൻ ബീഹാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനെല്ലാം അപ്പുറം നമ്മളെല്ലാം മനുഷ്യരാണ്. നമ്മൾക്ക് ഈ തെറ്റിദ്ധാരണകൾ പലതും ഉണ്ടാകുന്നത് എക്സ്പോഷർ കുറയുന്നത് കൊണ്ടാണ്. മാധ്യമങ്ങൾ വഴിയോ അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ വായിച്ചത് വഴിയോ മാത്രം നമ്മളൊരു സ്ഥലത്തെ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് നമുക്ക് മുൻവിധികൾ കൂടുതലായും ഉണ്ടാകുന്നത്. അവിടെ പോയി മനുഷ്യരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ പറഞ്ഞ വലിയ വ്യത്യാസമൊന്നും പറയാനില്ല. സംസ്കാരങ്ങളിൽ തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്, പക്ഷേ അതിനപ്പുറം വളരെ നല്ല മനുഷ്യരാണ്. നമ്മൾ അങ്ങോട്ട് നല്ല രീതിയിൽ പെരുമാറിയാൽ ഇങ്ങോട്ടും നല്ല പെരുമാറ്റമേ കിട്ടുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് വളരെ ഇഷ്ടമാണ് വടക്കേ ഇന്ത്യയിലോട്ട് യാത്ര ചെയ്യാൻ. കൂടുതലും ഗ്രാമങ്ങൾ കാണാൻ സാധിക്കും. വളരെ വളരെ, അതായത് യാതൊരു വിധത്തിലുള്ള മുൻവിധികളൊന്നുമില്ലാതെ മനുഷ്യർ വാതിലുകൾ തുറന്നു തരും, നമുക്ക് ചായ ഓഫർ ചെയ്യും നമുക്ക്. അപ്പം ഈ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരുപാട് ഇൻട്രാക്ഷൻസ് സംഭവിച്ചിരിക്കുന്നത് വടക്കേ ഇന്ത്യയിൽ നിന്നാണ്. എനിക്ക് എന്തുകൊണ്ടും വളരെ ഇഷ്ടമുള്ള സ്ഥലമാണ് UP, ബീഹാർ, ആ ഒരു ബെൽറ്റ് എന്ന് പറയുന്നത്. ഈ യാത്ര ചെയ്തതിൽ ഒട്ടും വൃത്തിയില്ലാതെന്ന് തോന്നിയ ഏതെങ്കിലും സ്ഥലമുണ്ടോ? 2 സ്ഥലങ്ങളുണ്ട്. ഒന്ന് കൊൽക്കത്തയാണ്. കൊൽക്കത്ത ഇന്നലകളിൽ ജീവിക്കുന്നൊരു നഗരമാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ വൃത്തിഹീനം എന്ന് പറയുമെങ്കിലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊന്നുമാണ് കൊൽക്കത്ത. കാരണം കൊൽക്കത്ത ഇതുവരെ ഇന്നലകളിൽ നിന്ന് കരകയറിയിട്ടില്ല. അവരിന്നും ആ ഇന്നലകളുടെ പ്രൗഢിയും പറഞ്ഞ് ജീവിക്കുന്നതല്ലാതെ ആ ഒരു നാടിന് വേണ്ട ഒരു ഡെവലപ്മെൻറ്റോ ഫെസിലിറ്റീസോ ആ നാടിന് വന്നു ചേർന്നിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും. ഈ പറഞ്ഞ 100-150 വർഷങ്ങൾക്ക് മുൻപ് പ്രൗഢഗംഭീരമായിട്ട് നിന്നൊരു നഗരം ഇത്തരത്തിൽ നശിക്കുന്നത് കാണുമ്പോൾ സങ്കടവും തോന്നാറുണ്ട്. സിംഗപ്പൂർ നഗരം മോഡൽ ചെയ്യപ്പെട്ടത് കൊൽക്കത്തയെ വെച്ചാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ?
സിംഗപ്പൂരിന് അന്നത്തെ പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞത് കൊൽക്കത്ത പോലെ ഇരിക്കണം സിംഗപ്പൂർ എന്നാണ് പറഞ്ഞത്. ആ കൊൽക്കത്തയാണ് ഈ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള യാതൊരു സൗകര്യങ്ങളും ഇല്ലാതെ ഇത്തരത്തിൽ ജീവിക്കുന്നത്. അതായത് നമുക്ക് മനുഷ്യർ തമ്മിലുള്ള അന്തരം വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ പറഞ്ഞ പോലെ വളരെ പോഷായൊരു സമൂഹവും അവിടെയുണ്ട്, എന്നാൽ നിത്യവൃത്തിക്ക് കഷ്ടപ്പെടുന്ന ഒരു സമൂഹവും അവിടെ ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പം കൊൽക്കത്ത ഈ പറഞ്ഞ പോലെ വളരെ നമുക്ക് സാംസ്കാരികമായിട്ട് ഒരുപാട് ഓഫർ ചെയ്യാനുള്ളൊരു നഗരമാണ്. പക്ഷേ വൃത്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ അല്പം പുറകിലാണെന്ന് ഞാൻ പറയും. 2, ബീഹാർ വൃത്തിയുടെ കാര്യത്തിൽ അല്പം പുറകിലാണ്. കാരണം അത് പ്രധാനമായിട്ടും ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം, അതായത് ഏറ്റവും കൂടുതൽ സിവിൽ സർവൻസ് ഉണ്ടാകുന്നൊരു നാടാണ് ബീഹാർ. പക്ഷേ ബീഹാറിലെ പലർക്കും ഇപ്പോഴും പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടാത്ത ഒരുപാട് മനുഷ്യർ അവിടെ ഉണ്ട്. അപ്പം ഇവർക്ക് അതുകൊണ്ട് തന്നെ ഈ പ്രാഥമിക വിദ്യാഭ്യാസ കുറവും എല്ലാം കൊണ്ട് സിവിക് സെൻസ് വളരെ കുറവാണ്. അപ്പം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, പക്ഷേ എന്നിരുന്നാലും ഈ പറഞ്ഞ ലാക്ക് ഓഫ് എക്സ്പോഷർ ആൻഡ് ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ ബീഹാറിന് ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. പറഞ്ഞ പോലെ ചില ഹോട്ടലുകൾക്കും മറ്റ് ചില പബ്ലിക് സ്പേസുകൾക്കും വൃത്തിക്കുറവ് തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം ഗൗരി യാത്ര ചെയ്യുമ്പം നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന അധികം സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യുന്നതായിട്ടാണ്. ഈ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുമ്പം ഒരു പ്രശ്നമായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? എൻ്റെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത്, ഒരു സ്ഥലം ഇപ്പം എൻ്റെ അടുത്ത് പറയുകയാണ്, അതായത് 200 വർഷം പഴക്കമുള്ള ഒരു ഹോട്ടലാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചൂടപ്പം പോലെ സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഹോട്ടലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വൃത്തി സെക്കൻഡ് സീറ്റ് എടുക്കും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ആകെ എന്നെ അവിടെ മതിക്കുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇത്രയധികം മനുഷ്യർ ഇത്രയും വൃത്തിഹീനത സഹിച്ചും അവിടെ വന്ന് കഴിക്കണമെങ്കിൽ അവർ വിളമ്പുന്നത് എന്തായിരിക്കും എന്നുള്ളൊരു ചിന്ത ഭയങ്കരമായിട്ട് അതായിരിക്കും പ്രൈമറി ആയിട്ട് എൻ്റെ തലയിലുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് വൃത്തി ഒരു ബാക്ക് സീറ്റ് എടുത്തിട്ടായിരിക്കും ഞാൻ ആ സ്ഥലം പോയി കാണുന്നത്. അതല്ലാതെ ഇപ്പം ഒരു വൃത്തിഹീനമായ ഒരു കട, ഇപ്പം ഇന്നലെ തുടങ്ങിയ ഒരു കടയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ പോകണം എന്നില്ല. അതൊരു സൈക്കോളജി മാത്രമാണ് കേട്ടോ. അതായത് ഒരു സ്ഥലത്തെ തനതായ ഭക്ഷണം ഈ കടയിൽ കിട്ടും എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വൃത്തി ബാക്ക് സീറ്റ് എടുക്കും. അത് ഒരു സത്യം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു വസ്തുത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കടകളിൽ നിന്നൊന്നും എനിക്ക് ഫുഡ് പോയ്സണിങ് വന്നിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഫുഡ് പോയ്സണിങ്ങുകൾ 2 ഉണ്ടായിരിക്കുന്ന നക്ഷത്ര ഹോട്ടലുകളിൽ നിന്നാണ്. അപ്പം എന്താണ് ഈ വൃത്തി ഹൈജീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. കാര്യം ഇവിടെ നമ്മൾ പറയുന്ന വൃത്തിഹീനം എന്ന് പറയുന്ന കടകളിൽ പലതും അതിൻ്റെ പരിസരത്തുള്ള വൃത്തിഹീനതയാണ്, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിൻ്റെ സ്ഥലപരിമിതി കൊണ്ടുണ്ടാകുന്ന വൃത്തിഹീനതയാണ്. ഇവർ ഒരു ഫ്രിഡ്ജ് പോലും ഉപയോഗിക്കാതെയാണ് സാധനങ്ങൾ നമുക്ക് തരുന്നത്. കാര്യം അത്ര ചൂടപ്പം പോലെ അത് വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഓൺ ദി അതർ ഹാൻഡ് പല നാളായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് മാസങ്ങളിരുന്ന ഭക്ഷണമായിരിക്കും ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ നല്ല വൃത്തിയുള്ള ടേബിളിൽ നമ്മുടെ മുമ്പിൽ എത്തുന്നത്. അപ്പം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ജനറലൈസ് ചെയ്ത് നമ്മൾ കാണേണ്ട കാര്യമുണ്ടെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഈ പറഞ്ഞ പോലെ വൃത്തിഹീനമാണ് അതുകൊണ്ട് പോയി കഴിക്കരുത് എന്നുള്ളത് എനിക്കെന്തോ എൻ്റെ കാര്യത്തിൽ വ്യക്തിപരമായിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഏറ്റവും ടേസ്റ്റുള്ള ഫുഡ് എവിടുന്നാണ് കിട്ടിയിട്ടുള്ളത്? ഞാൻ പറഞ്ഞില്ല, ഇൻ്റർനാഷണൽ ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയും വിയറ്റ്നാമാണ്. വിയറ്റ്നാം എന്നെ സ്വാദ് കൊണ്ട് എന്നെ വശീകരിച്ച് കളഞ്ഞൊരു സ്ഥലമാണ്. ഇന്നും എൻ്റെ നാവിൽ ചില രുചികൾ ഭയങ്കരമായിട്ട് ഞാൻ ഓർത്തെടുത്ത് ഞാൻ ഇങ്ങനെ എനിക്ക് വരാറുണ്ട്. അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ക്ലീൻ ഫുഡ് എന്ന് പറഞ്ഞൊരു സംസ്കാരം ഉണ്ടല്ലോ. അതായത് അന്ന് രാവിലെ മാർക്കറ്റിൽ പോയി കൊണ്ടുവന്ന പച്ചക്കറികളും മറ്റ് ചേരുവകളും ചേർത്തുണ്ടാക്കുന്ന ഭക്ഷണം, അത് മിക്കവതും ഉണ്ടാക്കുന്നത് സ്ത്രീകളായിരിക്കും. ഈ ആൻറ്റിമാർ വീട്ടിൽ നിന്ന് വന്ന് ചെറിയൊരു കാർട്ട് അവിടെ റോട്ടിൽ കൊണ്ടുവന്ന് വെച്ച് ഇവരുണ്ടാക്കുന്ന ഭക്ഷണമായിരിക്കും. അത് ഭയങ്കര അതായത് ഫുഡ് കൾച്ചർ എന്ന് പറഞ്ഞാൽ വിയറ്റ്നാമിൽ സ്ട്രീറ്റ് ഫുഡ് കൾച്ചർ ഭയങ്കരമാണ്. അത് ഈ പറഞ്ഞ പോലെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി രുചികൾ മാറ്റി സെർവ് ചെയ്യുന്നൊരു കൾച്ചറല്ല. ഇതാണ് ഞങ്ങളുടെ ഭക്ഷണം, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ കഴിക്കുക എന്നുള്ള രീതിയിലാണ് അവിടെ ഭക്ഷണത്തെ സമീപിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സ്വാദ് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് മയക്കിയൊരു സ്ഥലമാണ് വിയറ്റ്നാം. അതല്ലാതെ നമ്മുടെ ഇന്ത്യ എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ എനിക്കത് കണ്ണൂരാണ്. എനിക്ക് കണ്ണൂരിൻ്റെ മീൻ വിഭവങ്ങൾ, ഞാൻ ആലപ്പുഴക്കാരിയാണെങ്കിലും എനിക്ക് കണ്ണൂരിലെ ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ നല്ല കുറേ കടകൾ കണ്ണൂരുണ്ട്. ഇന്ത്യ മൊത്തമായിട്ട് പറയുകയാണെങ്കിൽ എനിക്കത് മധുരയാണ്. നോർത്ത് ഇന്ത്യ, തമിഴ്നാട് മധുരൈ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മധുരയുടെ ആ ഒരു കൾച്ചറും ഭക്ഷണവും എല്ലാം, ഈ ബൺ പൊറോട്ട ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും ഈ പറഞ്ഞ കുമാർ മെസ്, അങ്ങനെ കുറേ കടകളുണ്ട്. അതെനിക്ക് വളരെ ഇഷ്ടമാണ്. ഈ ചെയ്ത യാത്രകൾ കഴിയുമ്പം എല്ലാ മനുഷ്യനും ഒരു തവണയെങ്കിലും പോകണമെന്ന് തോന്നുന്ന ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഇവിടെ പോയാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക നമ്മളുടെ കൾച്ചറുമായിട്ട് ഒരുപാട് ചേർന്ന് നിൽക്കുന്ന പോലത്തെ സ്ഥലങ്ങൾ, അത് ഏതായിരിക്കും? കുറേ ഉണ്ട്. അതായത് നമുക്കിപ്പം ഒരു 1-2 ദിവസം കൊണ്ടാണ് യാത്ര ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ
ഞാൻ പറയും ഒന്ന് ഖജുരാഹോ, മധ്യപ്രദേശിലെ ഖജുരാഹോ. നമ്മുടെ ഈ ഒരു ആർട്ടിൻ്റെയൊക്കെ ഒരു ഹിസ്റ്ററി അറിയണമെങ്കിൽ ഖജുരാഹോ, നമ്മൾ ഇങ്ങനെ വാവിളിച്ച് നിന്ന് പോകുന്ന രീതിയിലുള്ള കൊത്തുപണികൾ ഒരുപാടുള്ള ഒരു സ്ഥലമാണ് ഖജുരാഹോ. അജന്ത എല്ലോറ ഗുഹകൾ, പിന്നെ ഫത്തേപൂർ സിക്രി, ആഗ്രയിൽ നിന്ന് കുറച്ച് മാറി അക്ബറിൻ്റെ തലസ്ഥാനമായിരുന്ന ഫത്തേപൂർ സിക്രി തീർച്ചയായിട്ടും ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഇനി അതല്ല കുറച്ച് ദിവസങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഉത്തരം വാരണാസി ആയിരിക്കും. മനുഷ്യൻ ജീവിതത്തിൽ നിങ്ങൾക്കിനി ഒരു സ്ഥലത്ത് മാത്രമേ പോകാൻ പറ്റൂ, പിന്നെ നിങ്ങൾ യാത്ര ചെയ്യില്ല എന്നാണെങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസം എടുത്ത് വാരാണസിയിൽ പോയി വെറുതെ ആ കാട്ടുകളിൽ കൂടി നടന്ന് മണികർണികയും എല്ലാം കണ്ട് ഗംഗാ നദിയിലെ ഗംഗാരതിയും കണ്ട് ഒരു 6-7 ദിവസം നിങ്ങൾ അവിടെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയെ നിങ്ങൾ കുറച്ചെങ്കിലും അറിഞ്ഞു എന്നുള്ള തിരിച്ചറിവോടെ ആയിരിക്കും നിങ്ങൾ തിരിച്ചു വരുന്നത്. ഇപ്പം യാത്ര ചെയ്യുമ്പം എല്ലാവരുടെയും ഒരു കൺസേൺ ബഡ്ജറ്റ് ആയിരിക്കും. ഭയങ്കര എക്സ്പെൻസീവ് ആണ് യാത്രകൾ എന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. നമുക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഏറ്റവും നല്ലൊരു സ്ഥലം സജസ്റ്റ് ചെയ്യണ എവിടെയായിരിക്കും? ചെട്ടിനാടായിരിക്കും. കേരളത്തിൽ നിന്നാണെങ്കിൽ ചെട്ടിനാട് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ പോയിട്ട് വരാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അതായത് മധുര വരെ നമുക്ക് ഇഷ്ടം പോലെ ബസ്സുകൾ കിട്ടും, ലഭ്യമാണ്. ബസ്സും ട്രെയിനും എല്ലാം ഉണ്ട്. അവിടെ നിന്ന് നമ്മളൊരു 400 രൂപയുടെ ഒരു സ്കൂട്ടറും എടുത്ത് നമ്മൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറിൽ ചെട്ടിനാട് എത്തും. ചെട്ടിനാട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ 51 ഗ്രാമങ്ങൾ ചേർന്നാണ് ചെട്ടിനാട് എന്ന് പറഞ്ഞ ഒരു നാട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ഈ ചെട്ടിയാർ ബംഗ്ലാവുകൾ കാണാൻ സാധിക്കും. ഇവരുടെ ആ ഒരു ഇന്നലകളുടെ പ്രൗഢിയോടെ നിൽക്കുന്ന ഒരുപാട് കെട്ടിടങ്ങൾ അവിടെയുണ്ട്. പലതും അനാഥമാണ്. അപ്പം ഈ നമ്മൾ വെറുതെ, അതായത് ഏതൊരു വളവും തിരിവും ചെന്നാലും നമ്മൾ ചെന്നെത്തുന്ന ഒരു ഭയങ്കര ഒരു ബംഗ്ലാവിൻ്റെ മുമ്പിലായിരിക്കും. പിന്നെ ചെട്ടിനാട് സമയൽ എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമാണ്. നോൺ വെജ് നമ്മുടെ ഈ മലബാറിലൊക്കെ കച്ചവടം ചെയ്യാൻ ഈ ചെട്ടിയാന്മാർ വന്നിട്ട് ഇവിടുത്തെ പല മസാലക്കൂട്ടുകളും ഇവിടുത്തെ പല കറിക്കൂട്ടുകളും എല്ലാം കടമെടുത്താണ് ചെട്ടിയാർ ക്യുസീൻ ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. അപ്പം മലയാളിയുടെ നാവിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഭക്ഷണമാണ് ചെട്ടിയാർ സമയൽ എന്ന് പറയുന്നത്. ഭക്ഷണത്തിന് ഭക്ഷണമുണ്ട്, കാഴ്ചയ്ക്ക് കാഴ്ചയുണ്ട്, ചരിത്രത്തിന് ചരിത്രമുണ്ട്. ഇത്തരത്തിൽ എന്തുകൊണ്ടും വളരെയധികം മനസ്സിനും കണ്ണിനും എല്ലാം ഇമ്പം നൽകുന്ന ഒരു യാത്രയായിരിക്കും ചെട്ടിനാട് എന്ന് പറഞ്ഞാൽ. ഏറ്റവും കുറഞ്ഞ ചിലവിൽ പോയിട്ട് വരാം. ഗൗരിയുടെ യാത്രകളെന്നും പ്ലാൻ ചെയ്തിട്ടായിരിക്കോ ഉണ്ടാവുക? 2 രീതിയിലും ഉണ്ട്. ഒന്നിപ്പോൾ ചിലപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്ന്, എനിക്കൊരു വളരെ വൃത്തിയായിട്ടൊരു സ്വഭാവമുണ്ട്, ഞാൻ ചുമ്മാ സ്കൈ സ്കാനർ ഇരുന്ന് നോക്കും. അപ്പം നമ്മുടെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്ന ആപ്പ്, എന്നിട്ട് ചുമ്മാ നമ്മൾ കൊച്ചി ടു എവ്രിവെയർ എന്നും പറഞ്ഞ് ഞാനിടും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര അൺബിലീവബിൾ ഡീൽസ് ഇങ്ങനെ കിടക്കുന്നതാണ്. ആ സമയത്ത് അവധി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ യാത്രയ്ക്ക് പുറപ്പെട്ടിരിക്കും. അപ്പോൾ ഒരു 4-5 ദിവസം കൊണ്ട് പാക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് എല്ലാം എഴുതിയിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ടാറ്റയും പറഞ്ഞ് ഞാൻ പോകും. അതല്ലെങ്കിൽ ചിലത് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് എന്നാൽ സാഹചര്യങ്ങൾ കൊണ്ട് നടക്കാതെ മോഹിച്ച് ദിവസങ്ങളും മാസങ്ങളും എടുത്ത് പോകുന്ന യാത്രകളും ഉണ്ട്. ഗുജറാത്ത് എനിക്ക് അങ്ങനെ ഒരു യാത്രയായിരുന്നു. എന്നാൽ ഈ പറഞ്ഞ പോലെ തായ്ലൻഡ് ഈ 4 ദിവസം മുമ്പ് നോക്കിയപ്പം 2 and 4 ട്രിപ്പ് 10,500 രൂപയ്ക്ക് കിടക്കുന്ന കണ്ടിട്ട് ഞാൻ തായ്ലൻഡിൽ പോയിട്ട് വന്ന ആളാണ്. അപ്പം ഇങ്ങനെ 2 രീതിയിലും പോകാറുണ്ട്. ഈ സോളോ ട്രിപ്പ് തിരഞ്ഞെടുക്കുമ്പം ഈ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്തിനാ ഒറ്റയ്ക്ക് പോകുന്ന പെൺകുട്ടിയല്ല? ആ ചോദ്യം എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അതേ കേട്ടിട്ടുള്ളൂ. കാരണം ഞാൻ യാത്ര പുറപ്പെടുന്നത് 2010-ലാണ് ആദ്യമൊക്കെ ഞാൻ ആരോടും പറയത്തില്ലായിരുന്നു. കാരണം ഇവരെ കൺവിൻസ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് എൻ്റെ വലിയ ടാസ്ക്കാണ്. പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നുള്ളൊരു ചിന്തയിൽ തന്നെ ഞാൻ അധികം ആരോടും പറയില്ല. ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ കള്ളം പറയും. കോളേജിൽ പോലും ഞാൻ മോളിൽ പോവുക, ഫോറം മോളിൽ പോവുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയിട്ടുണ്ട് യാത്രകൾക്ക്. പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറി വരുന്നുണ്ട്. ഇപ്പോൾ കുറേ കൂടെ സോളോ ഫീമെയിൽ ട്രാവലർ ഫ്രണ്ട്ലി ആണ് ഈ ലോകം. ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് കൊണ്ടുമെല്ലാം ഇപ്പം നമുക്ക് ആപ്പുകളുണ്ട് നമ്മളെ ട്രാക്ക് ചെയ്യാനാണെങ്കിലും ക്യാബ് ബുക്ക് ചെയ്യാനാണെങ്കിലും ഹോട്ടൽസ് ബുക്ക് ചെയ്യാനുമൊക്കെ. മുൻപ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് നമ്മളൊരു ഹോട്ടലിൽ ചെന്ന് നമുക്ക് മുറി വേണമെന്ന് പറഞ്ഞാൽ അവർ മുറി തരില്ല. ഒറ്റയ്ക്കൊരു പെൺകുട്ടിക്ക് അവർ മുറി തരില്ല. ഇനി തരുന്നുണ്ടെങ്കിൽ തന്നെ അത് വളരെ നമുക്ക് സേഫായിട്ട് തോന്നില്ല. അപ്പം സത്യം പറഞ്ഞാൽ ഒരു 2015 വരെ ഞാൻ പൊയ്ക്കൊണ്ടിരുന്നതെല്ലാം ഈ സിംഗിൾ ഡേ ട്രിപ്പുകളാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. കാര്യം ഈ പറഞ്ഞ പോലെ ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. പിന്നെ നമ്മളോട് ഒരാൾ ഒറ്റയ്ക്ക് പോകണമെന്ന് ചോദിക്കുമ്പോൾ അതിന് പിന്നുള്ള വികാരം നമ്മുടെ സേഫ്റ്റി കൺസേൺ ആണോ എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ചിലർക്ക് പെൺകുട്ടികൾ പോകണ്ട എന്നുള്ളവരുമുണ്ട്. അപ്പം അവരെ നമ്മൾ നമ്മുടെ സേഫ്റ്റി കൺസേൺസ് ഒന്നുമില്ല, സേഫാണ് എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കിയാലും അവർ കൺവിൻസ്ഡ് ആവില്ല. ഈ ലോകത്തെ എല്ലാവരുടെയും സമ്മതം മേടിച്ചിട്ട് ഒരു പെൺകുട്ടി യാത്ര ചെയ്യാൻ നിന്നാൽ ഒരിക്കലും ആ യാത്ര നടക്കാൻ പോകുന്നില്ല. നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്, നമുക്ക് പോയിട്ട് വരാമെന്നൊരു കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ പോവുക. അപ്പം നമ്മുടെ സേഫ്റ്റി കൺസേൺ കൊണ്ട് നോ പറഞ്ഞവരാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നമ്മൾക്ക് പോയിട്ട് വരാൻ കെൽപ്പുണ്ടെന്ന് അറിയുമ്പോൾ അവർക്ക് സമാധാനം ആയിക്കോളും.
ഇനി അല്ലാത്തവർ ഒരു കാലത്തും കൺവിൻസ്ഡ് ആവാൻ പോകുന്നില്ല. അവരെ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യവും നമുക്കില്ല. ഈ യാത്ര ചെയ്യുമ്പോൾ ഭാഷ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇപ്പം ഇന്ത്യയിൽ എനിക്ക് സാമാന്യം നന്നായിട്ട് ഹിന്ദി അറിയാവുന്നൊരു വ്യക്തിയാണ്. സാമാന്യം നന്നായിട്ട് തമിഴ് സംസാരിക്കാനും എഴുതാനും വായിക്കാനും എനിക്കറിയാം. അപ്പോൾ എനിക്ക് ഇന്ത്യക്കകത്ത് അങ്ങനെ ഒരു ഭാഷയ്ക്ക് പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ 2 ഭാഷകൾ കൈവശമുള്ളതുകൊണ്ട്. ഹിന്ദി അറിയാമെങ്കിൽ വളരെയധികം വലിയൊരു അഡ്വാൻറ്റേജ് ആണ്, അതില്ലെന്ന് പറയാൻ പറ്റില്ല. പുറത്തോട്ട് പോകുമ്പോൾ ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട്. അവിടെ ആകെയുള്ളൊരു ആശ്രയം ഒന്നെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആണ്. പിന്നെ ഇതിനപ്പുറം നമ്മൾ എപ്പോഴും അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യർ വളരെ ക്ഷമയോടെ നമ്മൾ പറയുന്നത് മനസ്സിലാക്കാൻ ഇരുന്ന് തരും. അപ്പോൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ ആംഗ്യങ്ങൾ കൊണ്ടും ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിച്ച ഒരുപാട് സാഹചര്യങ്ങൾ പുറത്തുള്ള യാത്രകളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു ഭാഷ അറിഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലോട്ടും യാത്ര ചെയ്യുമ്പോൾ നടക്കുന്ന കാര്യമല്ല. ഇപ്പം നമ്മൾ ഫ്രാൻസിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് ഫ്രഞ്ച് അറിയണം എന്ന് നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല അത്. അപ്പം തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ വേർബൽ കമ്മ്യൂണിക്കേഷൻ അപ്പുറം മനുഷ്യരുടെ ദയ കൊണ്ടും അവരുടെ ക്ഷമ കൊണ്ടും എല്ലാം പോയിട്ട് വന്ന സ്ഥലങ്ങളുണ്ട്. ഈ പറഞ്ഞാൽ വിയറ്റ്നാം ആണെങ്കിലും തായ്ലൻഡ് ആണെങ്കിലും ഒക്കെ ഇംഗ്ലീഷ് അവർക്കൊരു ഭാഷയല്ല. അപ്പം ട്രാൻസ്ലേറ്റ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും, ആംഗ്യങ്ങൾ കൊണ്ടും എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഭാഷ ഒരു തടസ്സമാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഭാഷ ഒരു പരിമിതിയായി നിന്നതുകൊണ്ട് എനിക്ക് ആ സ്ഥലം ആസ്വദിക്കാൻ പറ്റിയില്ല എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടില്ല. അല്പം കൂടി സമയമെടുക്കും ആളുകളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാനോ അല്ലെങ്കിൽ ഒരു കാര്യം തപ്പിയെടുക്കാനോ ഒക്കെ. ചില സമയത്ത് നമ്മുടെ ക്ഷമ കെട്ടുപോകുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ അതിനപ്പുറം ഭാഷ ഒരു പരിമിതിയല്ല ഒരിക്കലും. യാത്ര ചെയ്യുമ്പം നമ്മളിപ്പോൾ പുറത്തുനിന്ന് വരുന്ന ഒരാളായിരിക്കും, പക്ഷെ നമ്മളെ ആ ഒരു സ്ഥലത്തിലെ കുട്ടിയായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷൻ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് പുതിയതായിട്ട് വന്ന ഒരാളെ ഒരൊറ്റ നോട്ടത്തിലൂടെ മനുഷ്യർക്ക് തിരിച്ചറിയാൻ പറ്റും. ഇനി നമ്മൾ എങ്ങനെയൊക്കെ അത് ജെല്ലും ചെയ്യാൻ നോക്കിയാലും ശരി, കാണുന്നവർക്ക് ഉടൻ തന്നെ മനസ്സിലാവും ഇത് ഇവിടുത്തുകാരിയല്ല, അല്ലെ ഇവിടുത്തുകാരനല്ല എന്നുള്ളത്. ഇവരെ കൂടുതൽ പരിഭ്രമത്തിലോട്ട് എത്തിക്കുക എന്നുള്ളതല്ല മിക്കവരുടെയും ഉദ്ദേശം. ദേ വോണ്ട് യു ടു ഫീൽ അറ്റ് ഹോം എന്നുള്ളത് തന്നെയാണ്. അത് ഈ പറഞ്ഞ പോലെ എനിക്കിപ്പം നേപ്പാളിലാണെങ്കിലും എനിക്ക് ഒരുപാട് വീടുകൾ എനിക്ക് വാതിലുകൾ തുറന്നു തന്നിട്ടുണ്ട്. അവരുടെ വീട്ടിൽ പോയി ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അവരോട് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു വിയറ്റ്നാമിൽ ഒരു ടാക്സിയിൽ ഞാൻ കയറിയിട്ട് ഇദ്ദേഹം എന്നോട് ചോദിച്ചു ഇന്ത്യക്കാരിയാണോ എന്ന് ചോദിച്ചു. ത്രൂ ഔട്ട് ദ ടാക്സി ജേണി, ഒരു മണിക്കൂർ ടാക്സി ജേണിയാണ് അത്. ഞാൻ ഈ പറഞ്ഞ ലേമാറ്റ് എന്ന് പറഞ്ഞ സ്നേക്ക് വില്ലേജിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ വ്യക്തിയും ഞാനും കൂടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നല്ല പ്രായമുള്ളൊരു മനുഷ്യനാണ്. അങ്ങേര് മെനക്കെട്ടിരുന്ന് ടൈപ്പ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇത്തരത്തിൽ വളരെ വോമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഓരോ യാത്രയും സമ്മാനിക്കും. അത് തന്നെയാണ് അടുത്ത യാത്ര ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു പ്രേരണശക്തി ആകുന്നതും എന്നെനിക്ക് പറയാൻ പറ്റും. ഇപ്പം നമ്മൾ ഒരു പെൺകുട്ടി യാത്ര ചെയ്യുമ്പം നിർബന്ധമായിട്ടും കയ്യിൽ കരുതണം എന്ന് തോന്നിയ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ? ഞാൻ കരുതുന്നു എൻ്റെ കയ്യിൽ ഞാനൊരു പെപ്പർ സ്പ്രേ കരുതാറുണ്ട്. അതില്ലാന്ന് ഞാൻ പറയില്ല. കാരണം അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ജീവിക്കുന്ന ഒരു ലോകം അങ്ങനെ ഒരു ലോകമാണ്. കണ്ണും പൂട്ടി നമുക്ക് എല്ലാവരെയും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ലോകത്തല്ല നമ്മൾ ജീവിക്കുന്നത്. ഞാൻ എൻ്റെ കയ്യിലൊരു പെപ്പർ സ്പ്രേ എല്ലാ കാലത്തും കരുതാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ബാക്കി എല്ലാ യാത്രികരും കരുതുന്ന പോലെ ക്യാഷ്, കാർഡ് അങ്ങനത്തെ കുറേ കാര്യങ്ങളല്ലാതെ വേറെ ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഞാൻ യാത്ര ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ ആകെ കരുതുന്ന 2 കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് പെപ്പർ സ്പ്രേ ആയിരിക്കും, പിന്നെ ഒന്ന് ഈ പറഞ്ഞ പോലെ ഹൈജീനിന് വേണ്ടി ടോയ്ലറ്റ് സീറ്റുകളിലെ പേപ്പറിൻ്റെയൊക്കെ അത്രയൊക്കെ ഉള്ളൂ. പെപ്പർ സ്പ്രേ എപ്പോഴെങ്കിലും യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഈശ്വരൻ സഹായിച്ച് ഇതുവരെ യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. യൂസ് ചെയ്യേണ്ടി വരാതിരിക്കട്ടെ. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് കൂടുതലും ഉണ്ടായിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളാണ്. എനിക്ക് 1 1 2 അനുഭവങ്ങളെ എനിക്ക് എന്തെങ്കിലും രീതിയിലൊരു കല്ലുകടി ഉണ്ടായിട്ടുള്ളൂ. അത് ഭയങ്കരമായ വലിയൊരു പ്രശ്നമൊന്നുമല്ല. ഈ പറഞ്ഞ പോലെ പെപ്പർ സ്പ്രേ പുറത്തെടുക്കേണ്ട രീതിയിലുള്ള പ്രശ്നമൊന്നുമല്ല. എൻ്റെ നാവ് തന്നെ ധാരാളമായിരുന്നു. അപ്പം ഇതുവരെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ഉപയോഗിക്കാൻ ഇടവരുത്തരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയോടെയാണ് ഓരോ യാത്രയും പുറപ്പെടുന്നത്. ഇപ്പോൾ ഈ യാത്രകളിൽ കഴിച്ച ഏറ്റവും വിയേർഡായിട്ട് എന്തെങ്കിലും ഫുഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഒച്ചിനെ കഴിച്ചിട്ടുണ്ട്, കുതിരയിറച്ചി കഴിച്ചിട്ടുണ്ട്. വിയേർഡ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും വിയേർഡായിട്ട് തോന്നിട്ടില്ല. മനുഷ്യർ അവിടെ കഴിക്കുന്ന വളരെ സർവ്വസാധാരണമായൊരു കാര്യമാണ് ഞാൻ കഴിക്കാറുള്ളത്. ഈ പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളുണ്ട് അവർ കഴിക്കില്ല, പക്ഷേ നാട്ടുകാരെ ടൂറിസ്റ്റുകളെ പറ്റിക്കാനായിട്ട് അവരത് വിളമ്പും. ഇപ്പം തായ്ലൻഡിൽ ചെന്നാൽ എല്ലാവരും സകല മനുഷ്യരും ചെന്ന് പരീക്ഷിക്കുന്നൊരു കാര്യമാണ് മുതലിറച്ചി. നമ്മൾ ഈ മുതലിറച്ചി മേടിച്ച് കഴിക്കുന്ന കണ്ടിട്ട് അവിടെ നിന്ന് കളിയാക്കുന്ന ആൾക്കാരുണ്ട്, പൊട്ടന്മാരെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ടല്ലേ എന്നും പറഞ്ഞ്. കാരണം ഇവര് ഇത് കഴിച്ചിട്ട് വർഷങ്ങളായി. പണ്ട് ഏതോ കാലത്ത് ഇവരുടെ പൂർവികര് വേറൊന്നും കഴിക്കാനില്ലാത്ത സമയത്ത് അവർ മുതലിറച്ചി കഴിച്ചതാണ്.
ഇപ്പം അവർ ഇതിൻ്റെ അടുത്തൂടെ പോലും പോകാറില്ല. പക്ഷേ ടൂറിസ്റ്റുകൾ തായ്ലൻഡിൽ വന്നു, തായ് പീപ്പിൾ ഇങ്ങനെ പാമ്പ് തിന്നുന്നവരാണ്, മുതലേ തിന്നുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം മേടിച്ച് കഴിക്കും. ഇവർ ലോകത്തെങ്ങും കാണാത്ത വിലയ്ക്കുമാണ് ഇത് വിൽക്കുന്നത്. അപ്പം ഇങ്ങനത്തെ മാർക്കറ്റുകളിൽ നിന്ന് ഞാൻ കഴിക്കില്ല. അതല്ലാതെ ഇപ്പം കുതിരയിറച്ചി എന്ന് പറയുന്ന വിയറ്റ്നാമിലെ സാപ്പ എന്ന് പറയുന്നൊരു ചെറിയ ഗ്രാമത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കാലങ്ങളായിട്ട് അവരത് കഴിച്ചു വരുന്നതാണ്. അപ്പം ഇങ്ങനെ അവിടുത്തെ ഇന്നും മനുഷ്യർ കഴിച്ചു പോകുന്നൊരു കാര്യമാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് കഴിച്ചിരിക്കും. അങ്ങനെ എനിക്കത് വിയേർഡായിട്ടൊന്നും ഒന്നും തോന്നിയിട്ടില്ല. എപ്പോഴെങ്കിലും ഇതേപോലെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ യാത്രകളിൽ? നമ്മൾ ഒരു കാര്യം അറിയേണ്ടത്, നമ്മളൊരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ പറ്റിച്ച് ജീവിക്കാനും ഒരുപാട് മനുഷ്യർ കാണും. അത് നമ്മൾ നിന്ന് കൊടുത്തേ മതിയാകും. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് ചിലപ്പം ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ടേഷൻ കിട്ടണം എന്നില്ല. 1.5 കിലോമീറ്ററിന് ചിലപ്പം 300 രൂപ മേടിക്കുന്നവർ കാണും. നമ്മളത് നിന്ന് കൊടുക്കുകയാണ്, അറിഞ്ഞുകൊണ്ട് നമ്മൾ നിന്ന് കൊടുക്കുകയാണ്. കൂടുതൽ ഞാൻ വഴക്കിടാനും ഒന്നും പോകാറില്ല. കാര്യം അത് അവരുടെ വയറ്റിപ്പഴപ്പാണ്. ഇത്തരത്തിലുള്ളൊരു ചെറിയ ചെറിയ സ്കാമുകളല്ലാതെ വലിയ വലിയ സ്കാമിന് ഞാൻ ഇതുവരെ നിന്ന് കൊടുത്തിട്ടില്ല. ഇനി പോകണം എന്നാഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഏതായിരിക്കും? ഒരുപാടുണ്ട്. എന്നാൽ ഇത് അതേസമയം ഇതുവരെ യാത്ര ചെയ്യാൻ പറ്റിയത് എന്ന് ഞാൻ ഈ ലോകത്തുള്ള എല്ലാത്തിനോടും കടപ്പെട്ടിരിക്കുന്നു എന്ന് ഉള്ളൊരു മൈൻഡ് സെറ്റുള്ളൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു ബക്കറ്റ് ലിസ്റ്റ് കയ്യിൽ കരുതുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. കാരണം ഇതുവരെ പോകാൻ പറ്റിയത് തന്നെ വലിയ കാര്യം. അതായത് ഞാൻ ഒരുപാട് ഈ യൂണിവേഴ്സിനോട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ യാത്രകളെ സമീപിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ ആ സ്ഥലവും നമ്മളെ വിളിച്ചാൽ മാത്രമേ എത്തിപ്പെടാൻ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ആഗ്രഹങ്ങൾ ഈ പറഞ്ഞ പോലെ ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ എണ്ണി ഇട്ടിട്ടില്ലെങ്കിൽ പോലും ഏതൊരു മനുഷ്യനെയും പോലെ ആഗ്രഹങ്ങൾ അതിരില്ലാതെ തന്നെയുണ്ട്. എനിക്ക് മാച്ചു പിച്ചുവിൽ പോകണം എന്നുണ്ട്, അന്റാർട്ടിക്കയിൽ ഏതെങ്കിലും ഒരു കാലത്ത് പോകണം എന്നുണ്ട്. അങ്ങനെ യാത്ര, അതായത് എന്നെ യാത്ര എവിടെയൊക്കെ കൊണ്ട് എത്തിക്കുമോ അവിടെയൊക്കെ പോകണം എന്ന് ആഗ്രഹമുള്ളൊരു വ്യക്തി തന്നെയാണ്. അത് എന്ന് എപ്പോൾ എങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ സംഭവിക്കും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഇപ്പം യാത്രയ്ക്ക് മുൻപുള്ള ഗൗരിയും യാത്ര ചെയ്യാൻ ശേഷമുള്ള ഗൗരിയും അത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? 180 ഡിഗ്രി വ്യത്യാസം ഞാൻ പറയും. കാരണം യാത്രയ്ക്ക് മുമ്പുള്ള ഞാൻ എന്നെ വൃത്തിപ്പിശാചെന്ന് എൻ്റെ അച്ഛൻ വിളിച്ചോണ്ടിരുന്നു. എനിക്ക് അങ്ങനൊരു കാലമുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ ട്രെയിനിലൊക്കെ കയറി കഴിഞ്ഞാൽ ബേർത്തിൽ വെറ്റ് വൈപ്പ് ഇട്ട് തുടച്ചിട്ട് അതിന് മേലെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഷീറ്റ് വിരിച്ച് കിടന്നുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഭയങ്കരമാണ് ക്ലെൻലിനെസ് ഫ്രീക്കായിരുന്നു ഞാൻ. അതിനെല്ലാം മാറി അതിൽ നിന്നെല്ലാം വിപരീതമായിട്ട് ഈ പറഞ്ഞ പോലെ കാണുന്ന കടയിൽ കയറി കഴിക്കുന്ന അവസ്ഥയിൽ എൻ്റെ വൃത്തി ബോധം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അതെന്നെ വളരെ അഡാപ്റ്റബിൾ ആക്കിയിട്ടുണ്ട്. ഇന്ന് എനിക്കറിയാം ഞാൻ എവിടെ പോയാലും ഞാൻ ജീവിച്ചു പോകും എന്നുള്ളത് എനിക്ക് 200% ഉറപ്പുള്ള കാര്യമാണ്. അതാണ് ഗൗരി എന്നുള്ള വ്യക്തിയിൽ വന്ന ഏറ്റവും വലിയ മാറ്റം. ഈ പറഞ്ഞ പോലെ വൃത്തിബോധം വളരെ കുറഞ്ഞു. അത് വളരെ അഡാപ്റ്റബിൾ ആക്കി എന്നെ. സാധാരണ മനുഷ്യർ, അതായത് ഒരു നോർമലായിട്ടുള്ളൊരു മനുഷ്യന് വേണ്ട വൃത്തി മതി എനിക്ക് എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി. 2, എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് വളരെയധികം ക്ഷമയുള്ളൊരു വ്യക്തിയായി ഞാൻ. നമ്മൾ ഏതൊരു പ്രതിസന്ധി വന്നാലും ആദ്യമൊന്നും ഞാനൊന്ന് പകച്ച് ഇരിക്കുമെങ്കിലും പിന്നീട് അതിൽ നിന്ന് എണീറ്റ് വരാനുള്ളൊരു ശേഷി എനിക്ക് ഭയങ്കരമായിട്ട് യാത്ര സമ്മാനിച്ചിട്ടുണ്ട്. കാര്യം നമ്മൾ എത്ര പ്ലാൻ ചെയ്ത് പോയാലും എന്തെങ്കിലുമൊക്കെ ഒരു ബമ്പ് ആ യാത്രയിൽ സംഭവിക്കും, നമ്മൾ പ്രതീക്ഷിക്കാത്തത്. അതിനെ നേരിടാൻ ഒരു ശേഷി എനിക്കുള്ളത് കൊണ്ട് തന്നെ ജീവിതത്തിൽ എന്ത് തന്നെ വന്നാലും ഇതിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് വരും എന്നുള്ളൊരു തിരിച്ചറിവും കോൺഫിഡൻസും യാത്ര എനിക്ക് ഭയങ്കരമായിട്ട് തന്നിട്ടുണ്ട്. പിന്നെ 3ാമത്തെ കാര്യം, ഞാൻ വളരെ ആക്സെപ്റ്റിംഗ് ആയി. ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ മുൻവിധികളില്ലാതെ എൻ്റെ ശരി തന്നെ ആയിരിക്കണം ശരി എന്നുള്ള വിശ്വാസം എനിക്കില്ല. എനിക്ക് ശരിയല്ലാത്തത് തെറ്റാണെന്നുള്ള വിശ്വാസവും എനിക്കില്ല. മറ്റൊരു വ്യക്തിയെ വളരെയധികം ആക്സെപ്റ്റിംഗ് ആയിട്ട് കാണാൻ യാത്ര എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ യാത്ര ചെയ്തതിൽ പുറത്തുള്ള, കേരളത്തിൻ്റെ പുറത്തുള്ള എന്തെങ്കിലും ഒരു കാര്യം ഈ കേരളത്തിലേക്കും കൂടി വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയ ഒരു കാര്യം എന്തായിരിക്കും? ഒരുപാടുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ കേരളം എന്നല്ല, ഒരു മെയിൻലാൻഡ് ഇന്ത്യയിലോട്ട് തന്നെ വന്നിരുന്നെങ്കിലെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് നോർത്ത് ഈസ്റ്റിലെ വൃത്തി എന്ന് പറയുന്നത്. ഈ മനുഷ്യർ അതായത് ഞാനത് ആദ്യം അറിയുന്നത് എൻ്റെ റൂംമേറ്റ് നോർത്ത് ഈസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ കുട്ടി അവളുടെ ഒരു സ്പേസ് സൂക്ഷിക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു. അത് നമ്മളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. എൻ്റെ കാര്യങ്ങൾ മാത്രമേ ഞാൻ നോക്കൂ എന്നുള്ള രീതിയിലല്ലാതെ ഈ കുട്ടി തൂക്കുമ്പോൾ, ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ഈ കുട്ടി തൂക്കുമ്പോൾ നമ്മുടെ മുറി മുഴുവൻ തൂക്കും, അല്ലാതെ അവളുടെ സ്പേസ് മാത്രമല്ല തൂക്കുന്നത്. അതേപോലെ നോർത്ത് ഈസ്റ്റ്, അതായത് വഴിയിൽ എന്തെങ്കിലും ഒരു കാര്യം കണ്ടാലും അവരതെടുത്ത് ആ വേസ്റ്റിൻ്റെ കൊട്ടയിൽ ഇട്ടിട്ടേ പോകത്തുള്ളൂ. ഇത് എൻ്റെ ചുമതലയല്ല അല്ലെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തമല്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങളെ സമീപിക്കാത്തൊരു ജനതയാണ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ 2ാമത്തെ ഒരു ഏറ്റവും വളരെ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിന് കുറേ കൂടെ ഹെറിറ്റേജ് ടൂറിസം വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഇപ്പം ഡൽഹിയിലൊക്കെ അത് വളരെ
കാര്യമായിട്ട് നടക്കുന്നുണ്ട്. എനിക്കൊന്ന് ഇപ്പോൾ കേരളത്തിൽ കോഴിക്കോട് ഭാഗത്ത് ചെറുതായിട്ട് നടന്നു വരുന്നുണ്ട്. കുറേ കൂടെ ടൂറിസം ഓറിയൻറ്റഡ്, അതായത് നമ്മുടെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറും ആലപ്പുഴയും അല്ലാതെ മറ്റൊരുപാട് കാഴ്ചകൾ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ജനതയ്ക്ക് ഉണ്ടാവുകയും ചെയ്യണം. അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള സ്റ്റെപ്പുകൾ സ്വീകരിക്കപ്പെടുകയും വേണം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കേരളത്തിലെ റിസോഴ്സുകൾ അധികം യൂസ് ചെയ്യാത്തത് പോലെ തോന്നാറുണ്ട്. ഉള്ള റിസോഴ്സുകൾ അങ്ങ് എക്സോസ്റ്റ് ചെയ്യുന്നവരെ യൂസ് ചെയ്യുന്നുമുണ്ട്. എന്നാൽ അതല്ലാതെ വേറെ ഒരുപാട് കാഴ്ചകളും അനുഭവങ്ങളും കേരളത്തിൽ സമ്മാനിക്കാനുണ്ട്. അതിലോട്ട് ആരും കടന്നു ചെല്ലുന്നുമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സോളോ ട്രിപ്പ് ചെയ്യണം അല്ലെങ്കിൽ അത് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളുടെ അടുത്ത് എന്തായിരിക്കും പറയാനുണ്ടാവുക? കണ്ണും പൂട്ടി ഇറങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ പറഞ്ഞ പോലെ യാത്രികർ പലതരത്തിലുണ്ട്. നമ്മൾ ഒരു ബോക്സിൽ നമുക്ക് പെടുത്താൻ പറ്റില്ല. ചിലർക്ക് ഹൈക്ക് ചെയ്യുന്ന ഇഷ്ടമാണ്, ചിലർക്ക് ഫാമിലിയുടെ കൂടെ യാത്ര ചെയ്യുന്ന ഇഷ്ടമാണ്, ചിലർക്ക് ഭക്ഷണം കഴിക്കുന്ന ഇഷ്ടമാണ്, ചിലർക്ക് മൗണ്ടനിയറിങ് ഇഷ്ടമാണ്. അപ്പം സോളോ ട്രാവലർ എന്നുള്ളത്, സോളോ ട്രാവൽ ചെയ്താൽ മാത്രമേ ഒരു സ്ഥലം കാണൂ എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഒരു ബിരിയാണി നമ്മൾ കഴിക്കുമ്പോൾ നമുക്കത് ഇഷ്ടമാണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം അത് കഴിക്കണ്ടേ? ഇല്ല നമുക്ക് പറയാൻ പറ്റുമോ? അപ്പം സോളോ ട്രാവൽ എന്ന് പറഞ്ഞൊരു സാധനം ഈ ലോകത്ത് ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് ചെയ്ത് നോക്കിയാൽ നമുക്ക് കുറഞ്ഞ പക്ഷം സംഭവിക്കാൻ പോകുന്നത് ഒന്നുകിൽ നമുക്കത് വെറുത്തു പോകും, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇഷ്ടമാവും. ഇത് അറിയണമെങ്കിൽ ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ടേ ഒറ്റയ്ക്ക്. അപ്പം പെൺകുട്ടികൾ എസ്പെഷ്യലി നമുക്കൊരു കോൺഫിഡൻസ് വർദ്ധിക്കാനും നമ്മൾ ഒരു ലോകത്തെ പുതിയൊരു കണ്ണിൽ കൂടി കാണാനും സോളോ ട്രാവലിംഗ് തീർച്ചയായിട്ടും സഹായിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഒന്ന് ഇറങ്ങി പുറപ്പെടൂ എന്നുള്ളത് മാത്രമേ ഞാൻ ആദ്യം കൊടുക്കുന്ന ഒരു സജഷനുള്ളൂ.